രാവിലെ തന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയിരുന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് തലമുടിയെല്ലാം റെഡിയാക്കിയെടുത്തു. പിന്നെ ബ്രഷ് ചെയ്തു. പിന്നെ ദിനചര്യകളെല്ലാം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായി സുന്ദരിക്കുട്ടിയായിട്ട് ജോലിക്ക് പോകാനിറങ്ങി. പിന്നെ ചന്തുമോനെ ട്യൂഷന് കൊണ്ടുപോകണമായിരുന്നു. ചന്തുമോനെ ട്യൂഷൻ കൊണ്ടുപോയിട്ട് ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അപ്പുക്കുട്ടനുണ്ടായിരുന്നു. അപ്പൂസ് വന്ന് പിന്നെ അവിടെ ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചന്തുമോൻ 12:30 ആയപ്പോഴത്തേക്ക് ചേച്ചിമാർ സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുവിട്ടു. പിന്നെ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. പിന്നെ രണ്ടുപേരുടെ ഭയങ്കര കൂട്ടായി. രണ്ടുപേരുടെ അവിടെ കാറ് കൊണ്ടൊക്കെ കളിയായിരുന്നു. പിന്നെ അപ്പു ആണെങ്കിൽ പട്ടിയെ കാണിക്കാനും ലവ് ബേർഡ്സിനെ കാണിക്കാനും ഒക്കെ ചന്തുട്ടനെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ രണ്ടുപേരുടെ ഫോണൊക്കെ കണ്ടു. പിന്നെ വൈകുന്നേരം ഞാൻ ചെന്ന് ചന്തുട്ടനെയും വാവച്ചയും കൂടെ ഡാൻസിന് കൊണ്ടുപോയി. അവരെ വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പായസം തന്നു. പിന്നെ തമ്പുരുവിന് കുട്ടിയും കോലും കളിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവനെയും കൊണ്ട് കുട്ടിയും കോലും കളിക്കാൻ വേണ്ടി പോയി. കുഴി കുഴിച്ച് അതിനകത്ത് കമ്പൊക്കെ വെച്ചിട്ട് ഞാനും അവനും കൂടെ കുട്ടിയും കോലും കളിച്ച്. എത്ര വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി. പക്ഷെ പിന്നെ അവൻ്റെ കൂടെ കുട്ടിയും കോലും കളിച്ചപ്പോഴത്തേക്ക് നാത്തൂനാണെങ്കിൽ ഈ വാട്ടക്കപ്പയില്ലേ, കപ്പ ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചായ കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് പിന്നെ വീട്ടിൽ പോയി ചന്തൂട്ടിനെ വിളിച്ചുകൊണ്ടാണ് പോയത്. വീട്ടിൽ വന്നിട്ട് ഞാനും അപ്പായും കുഞ്ഞും കൂടെ കടയിൽ പോയി. കടയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം പേട വാങ്ങിച്ചു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. മഴയൊക്കെ ആസ്വദിച്ചു. പിന്നെ ചോറ് കഴിച്ചു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണേ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.